ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ വായന സുഹൃത്തെ, താങ്കൾക്ക് പുതിയ വായനയിലേക്ക് സ്വാഗതം. ഇന്ന് എസ്തർ എന്ന പുസ്തകത്തിൻ്റെ 1-ാം അധ്യായമാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത്. ഇതിൽ നടക്കുന്ന സംഭവങ്ങൾ ബാബേൽ പ്രവാസകാലത്താണ് നടക്കുന്നത്. ഈ പുസ്തകത്തിലെ കേന്ദ്ര കഥാപാത്രമായ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ യുവതിയുടെ പേരിലാണ് ഈ പുസ്തകം അറിയപ്പെടുന്നത്. ഹദസ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. അത് എബ്രായ നാമമാണ്. പേർഷ്യൻ രാജധാനിയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ പേർഷ്യയിൽ അവൾക്ക് ലഭിച്ച പേരാണ്, പേർഷ്യൻ നെയിമാണ് എസ്തർ എന്നുള്ളത്. അതിൻ്റെ അർത്ഥം നക്ഷത്രം എന്നാണ്, സ്റ്റാർ. ഈ പേരിനെ കുറിച്ച് 2-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ഹദസ എന്ന എസ്തർ എന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ഇതിൻ്റെ രചയിതാവ് മൊർദെഖായി ആണെന്നും എസ്രായാണെന്നും നെഹമ്യാവാണെന്നും ഒക്കെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ പുസ്തകത്തിൻ്റെ രചയിതാവിനെ കുറിച്ച് ഒരു പൂർണ്ണമായ വ്യക്തത ഇല്ല. നമ്മൾ വായിക്കുന്നുണ്ട് അഹശ്വേരോശ് രാജാവിൻ്റെ കാലത്താണ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് ആരംഭിക്കുന്നത്. അഹശ്വേരോശ് രാജാവിൻ്റെ, ദാര്യാവേശിൻ്റെ മകനാണ് അഹശ്വേരോശ്. അഹശ്വേരോശിൻ്റെ മകനാണ് അർത്ഥഷഷ്ടാവ് രാജാവ്. അപ്പോൾ ദാര്യാവേശിൻ്റെ മകൻ അഹശ്വേരോശ്, അദ്ദേഹത്തിൻ്റെ മകൻ അർത്ഥഷഷ്ടാവ്. അപ്പോൾ അത് ഏത് കാലഘട്ടമാണ് അല്ലെങ്കിൽ ആരുടെ മകനാണ്, ആരുടെ പിതാവാണ് എന്നൊക്കെ അറിയാൻ തക്കവണ്ണം ആണ് ആ വിവരം ഇവിടെ പറയുന്നത്. അഹശ്വേരോശ് രാജാവിൻ്റെ കാലത്ത് ഹിന്ദു ദേശം മുതൽ കൂശ് വരെ, അതായത് എത്യോപ്യ മുതൽ ഇന്ത്യ വരെ, അത് ഇംഗ്ലീഷിൽ ഇന്ത്യ എന്ന് തന്നെയാണ് ഇംഗ്ലീഷ് പുസ്തകത്തിലുള്ളത്. എന്നാൽ ഹീബ്രുവിൽ നമ്മളത് അന്വേഷിക്കുമ്പോൾ ഹോദു എന്നാണ് നമ്മൾ കാണുക. ഹോദു എന്നുള്ളതാണ് അത് അവരുടെ അന്നത്തെ നാമം. അത് പേർഷ്യനായിരിക്കാം അല്ലെങ്കിൽ എബ്രായ നാമമായിരിക്കാം. ആ ഹോദു എന്ന പേരിൽ നിന്നാണ് ഹിന്ദു എന്ന പേരിലേക്ക് വരുന്നത്. അപ്പം ഹിന്ദു എന്ന് പറഞ്ഞ് ഹിന്ദു ദേശത്തുള്ളവർക്ക് ആ പേരിനെ ചൊല്ലി മഹിമ ചൊല്ലാനില്ല. ആ പേര് തന്നെ കടം കൊണ്ടതാണ് എന്നുള്ളതാണ് വസ്തുത. അപ്പം അന്ന് എത്യോപ്യ മുതൽ ഹിന്ദുദേശം, അപ്പോൾ ഹിന്ദുദേശം എന്ന് പറയുമ്പോൾ ഇന്ത്യ പൂർണ്ണമായി ഇങ്ങ് തെക്കേ ഇന്ത്യ വരെ, കേരളം വരെ, തമിഴ്നാട് വരെ എന്നൊന്നും നമുക്ക് അർത്ഥമാക്കണ്ട. ഹിന്ദുദേശത്തിൻ്റെ ഒരു ഭാഗം എന്ന് മാത്രം കണക്കാക്കിയാൽ മതി, അല്ലെങ്കിൽ ഒരു പകുതി, അല്ലെങ്കിൽ ഡൽഹിയും യു പിയും മധ്യപ്രദേശും ഒക്കെ ഇരിക്കുന്ന ഏകദേശം ആ ഭാഗം വരെയൊക്കെ ആയിരിക്കാം. ഇന്നത്തെ പാകിസ്ഥാനും ഒക്കെ അതിനകത്ത് വരും, അഫ്ഗാനിസ്ഥാൻ വരും, പാകിസ്ഥാൻ വരും. 127 സംസ്ഥാനങ്ങൾ, നമുക്കറിയാം ഇന്ത്യയിലാകെ 28 സംസ്ഥാനങ്ങളാണുള്ളത്. അപ്പോൾ 127 സംസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ വിശാലത ഒന്ന് ഓർത്ത് നോക്കുക. അതിന് കടൽ ഉൾപ്പെടെ, അറബിക്കടൽ ഉൾപ്പെടെയുള്ള പ്രദേശം, കടൽ ഉൾപ്പെടെയാണ് ആവുമ്പോഴേ ഇങ്ങനെ നമ്മുടെ ദേശത്തെത്തുള്ളൂ. വലിയ വിശാലമായൊരു ദേശമായിരുന്നു. നമുക്ക് തക്ഷശില എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി, നമ്മുടെ രാജ്യത്തുള്ള തക്ഷശില യൂണിവേഴ്സിറ്റി, അത് പണിഞ്ഞത് സൈറസ് അല്ലെങ്കിൽ കോരസ് രാജാവിൻ്റെ കാലത്താണ് ആ യൂണിവേഴ്സിറ്റി പണിയുന്നത്. അതും അപ്പം നോക്കണം, അദ്ദേഹത്തിൻ്റെ രാജ്യത്തിനകത്താണ്. അദ്ദേഹത്തിൻ്റെ രാജ്യത്തിനകത്ത് അദ്ദേഹം പണിഞ്ഞ യൂണിവേഴ്സിറ്റിയാണ് തക്ഷശില, തക്സിസ് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ അത് ഈ രാജ്യത്തിനകത്ത് പണിയുന്നത്, അത് അവരുടെ രാജ്യമായിട്ട് തന്നെയാണ് അവർ അതിനെ കണ്ടിരുന്നത്. പക്ഷെ അത് വിഭജനം വന്നപ്പോഴത്തേക്ക് ശരിക്കത് പാകിസ്ഥാനിലാണ് ഇന്നത് ഉള്ളത്. അന്നത് മൊത്തത്തിൽ ഈ അഹശ്വേരോശിൻ്റെ കാലത്ത് അല്ലെങ്കിൽ കോരസിൻ്റെ കാലത്ത് കോരസിൻ്റെ രാജ്യത്തിനകത്തായിരുന്നു. പിന്നെ അത് ഇന്ത്യയായി, ഇന്ത്യയിൽ നിന്ന് പിന്നെ അത് ഇന്ത്യയും പാകിസ്ഥാനുമായി ഒക്കെ വിഭജിച്ചപ്പോൾ ഇന്നത് പാകിസ്ഥാനിലാണുള്ളത്. ഇത് എല്ലാം പറയുന്നത് ഇതിൻ്റെ ഒരു ഭൂമിശാസ്ത്രവും ചരിത്രവുമായ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. 127 സംസ്ഥാനങ്ങളുമാണ് അഹശ്വേരോശ് ഇവൻ തന്നെ. ആ കാലത്ത് അഹശ്വേരോശ് രാജാവ് ശൂഷൻ രാജധാനിയിൽ തൻ്റെ രാജാസനത്തിൽ ഇരിക്കുമ്പോൾ തൻ്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ തൻ്റെ സകല പ്രഭുക്കന്മാർക്കും ഭൃത്യന്മാർക്കും ഒരു വിരുന്ന് കഴിച്ചു. പേർഷ്യയിലെയും മേദ്യയിലെയും സേനാധിപന്മാരും പ്രഭുക്കന്മാരും സംസ്ഥാനാധിപതികളും അവൻ്റെ സന്നിധിയിലുണ്ടായിരുന്നു. അന്ന് അവൻ തൻ്റെ രാജകീയ മഹത്വത്തിൻ്റെ ഐശ്വര്യവും തൻ്റെ മഹിമാധിക്യത്തിൻ്റെ പ്രതാപവും ഏറിയ നാൾ, അതായത് 6 മാസം 180 ദിവസത്തോളം തന്നെ കാണിച്ചു. ഈ കാലം ഇത്രയും എടുക്കുന്നതിനൊരു പ്രധാന കാരണമുണ്ട്. ഈ ഇത്രയും ദേശത്ത് നിന്ന്, സംസ്ഥാനങ്ങളിൽ നിന്ന് ആൾക്കാരെല്ലാം ഇവിടെ വരണം, പ്രധാനപ്പെട്ട ആൾക്കാരവിടെ വരണം. അതിന് ദിവസങ്ങൾ, മാസങ്ങൾ എടുക്കും ഒരു യാത്ര പൂർത്തിയായി അവിടെ എത്തി വരാൻ. ഇന്ത്യയിൽ നിന്ന് അവിടെ എത്തണമെങ്കിൽ അത്രയും സമയമെടുക്കും. അപ്പം അതുകൊണ്ട്, അതുപോലെ തന്നെ എത്യോപ്യ, ഇന്ന്
കിഴക്കോട്ട് വരണം, ഇന്ത്യയിൽ നിന്നുള്ളവർ പടിഞ്ഞാറോട്ട് പോകണം. അപ്പം അങ്ങനെ കാലതാമസം എടുക്കും എന്നുള്ളതുകൊണ്ട് അവരവരുടെ സൗകര്യത്തിന് വരാൻ വേണ്ടിയിട്ടായിരിക്കണം ഇത്രയും നാൾ ഈ വിരുന്ന് കഴിക്കലുമൊക്കെ നടത്തിയത്. അതിൻ്റെ ശേഷം ആ ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഒരു 7 ദിവസം ഒരു വലിയ വിരുന്ന് കഴിക്കാൻ അവിടെ നമ്മുടെ ഈ നാട്ടിലൊക്കെ കാണുന്ന പോലെയുള്ള തോരണങ്ങളും അലങ്കാരങ്ങളും, നമ്മൾ പേപ്പറിലും ഒക്കെയാണ് തോരണങ്ങൾ. പണ്ട് കാലത്ത് പ്ലാവിലയൊക്കെ വെച്ചിട്ടുള്ള തോരണങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അത് മാറി ഇന്ന് LED വെച്ചിട്ടാണ് ഇന്ന് നമ്മുടെ ഈ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുന്നത്. ലൈറ്റ്സും ഒക്കെ ഉണ്ട്, LED ലൈറ്റ്സ്, LED വാള് ഒക്കെയാണ് ഇന്ന് അതിൻ്റെ സ്ഥാനത്ത് അത്. പക്ഷെ അന്നങ്ങനല്ല. അന്നവിടെ കാണുന്നത് വെൺകൽ തൂണുകളിന്മേൽ വെള്ളി വളയങ്ങളിൽ ശണനൂല്, ധൂമ്രനൂല്, അതുകൊണ്ടുള്ള ചരടുകളിൽ വെള്ള, പച്ച, നീല ശീലകൾ തുണിയായിരുന്നു അന്ന് തൂക്കിയിരുന്നത്. ചുവന്നതും വെളുത്തതും മഞ്ഞയും കറുത്തതുമായ മർമ്മരക്കല്ല്, വടുത്തിരുന്ന തളത്തിൽ പൊൻകസവും വെള്ളിക്കസവും ഉള്ള മെത്തകളുണ്ടായിരുന്നു. വൃത്താകൃതിയിലുള്ള പൊൻപാത്രങ്ങളിലായിരുന്നു അവർക്ക് കുടിപ്പാൻ കൊടുത്തത്. കുടിപ്പാൻ കൊടുക്കുന്നത് വീഞ്ഞാണ്. വീഞ്ഞ് അവർക്ക് അവരവരുടെ സൗകര്യം പോലെ ഇഷ്ടം പോലെ കുടിക്കാമായിരുന്നു. അവിടെ വിലക്കില്ലായിരുന്നു, നിർബന്ധവും ഇല്ലായിരുന്നു. സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, കഴിക്കാനും കഴിക്കാതിരിക്കാനും എത്ര കഴിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ കൽപ്പനയും ഉണ്ടായിരുന്നു. അവസരം അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, അവരുടെ ഇഷ്ടം പോലെ കഴിക്കട്ടെ, ആരെയും നിർബന്ധിക്കുകയും വേണ്ട, ആരെയും വിലക്കുകയും വേണ്ട. അങ്ങനെ കുടിച്ച് ഒക്കെ ഇരിക്കുമ്പോഴാണ് അവിടുത്തെ 7 ഷണ്ടന്മാരുണ്ട്. ആ ഷണ്ടന്മാരോട് ഈ 7 ദിവസത്തിൻ്റെ അവസാനത്തിൽ നിങ്ങൾ പോയി എൻ്റെ ഭാര്യ, അതായത് രാജ്ഞി ആയിട്ടുള്ള വസ്തിയെ വിളിച്ചുകൊണ്ട് വരണം. അതായത് കിരീടമൊക്കെ വെച്ച് അണിഞ്ഞൊരുങ്ങി വരണം. വന്ന് ഇവിടെ അപ്പോഴന്ന് പങ്കെടുത്തിരിക്കുന്ന ഈ പറഞ്ഞ പ്രഭുക്കന്മാരൊക്കെ കാണാൻ വേണ്ടി, അവരെ കാണിക്കാൻ വേണ്ടി തന്നെ കൊണ്ടുവരാൻ പറയും. പക്ഷെ എന്തു പറ്റി, അവിടെ ചെല്ലുമ്പം ആ കൽപ്പന അല്ലെങ്കിൽ ആ ക്ഷണം ആ രാജ്ഞി നിരസിക്കാൻ, വസ്തി നിരസിക്കാൻ. അത് തിരിച്ചു വന്ന് പറഞ്ഞു. രാജാവിന് കോപമുണ്ടായി. ഇവിടെ ഇപ്പോൾ ഒരു പ്രശ്നമുള്ളത്, ഇത് രഹസ്യമായിരിക്കുന്ന കാര്യമല്ല. ഒന്നാമത് ഈ 7 ഷണ്ടന്മാർ ഇതറിഞ്ഞു, ഇനിയും പലരും അറിയും. ഇതൊരു വിഷയമാണ്. ആ വിഷയം അവിടെ ഉണ്ടായിരുന്ന ചില പ്രഭുക്കന്മാർ, അതായത് പേർഷ്യയിലെയും മേദ്യയിലെയും 7 പ്രഭുക്കന്മാർ അവിടെ അടുത്തിരിക്കുകയായിരുന്നു ആ സമയത്ത്. അപ്പോൾ അവരും കേട്ട് കാണണം തിരിച്ചു വന്നത് പറയുന്നത്. അവരോട് പല കാര്യങ്ങളും ഇങ്ങനെ ജ്ഞാനികളായ ആളുകളോട് ആലോചിക്കുക പതിവായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിന്മേലും അവരോട് അതിൻ്റെ ഇതെന്താ ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്, എന്താണ് ഇതിനൊരു പ്രതിവിധി എന്ന് പറയുമ്പം അവരുടെ ഉപദേശമാണ്. അതിൽ മെമുഖാൻ എന്ന് പറയുന്ന അവർ ഈ പ്രഭുക്കന്മാരോടും രാജാവിനോടും ചേർന്ന് പറഞ്ഞത്, ഈ വസ്തിരാജ്ഞി രാജാവിനോട് മാത്രമല്ല ഇന്ന് നിന്ന അല്ലെങ്കിൽ ഈ ധിക്കാരം കാണിച്ചിട്ടുള്ളത്, അഹശ്വേരോസ് രാജാവിൻ്റെ സർവ്വ സംസ്ഥാനങ്ങളിലുമുള്ള സകല പ്രഭുക്കന്മാരോടും ജാതികളോടും അന്യായം ചെയ്തിരിക്കുന്നു. രാജ്ഞിയുടെ ഈ പ്രവൃത്തി ദേശത്തിലെ സകല സ്ത്രീകളും അറിയും. അറിഞ്ഞു കഴിഞ്ഞാൽ വസ്തിരാജ്ഞി കൽപ്പിച്ചിട്ട് അവളത് നിരസിച്ചല്ലോ, അനുസരിച്ചില്ലല്ലോ, കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിക്കാതാവും, അവരെ നിന്ദിക്കും. ഈ ഒരു വിഷയം രാജ്യത്തെല്ലായിടവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ രാജ്ഞിയുടെ പ്രവൃത്തി കേട്ട പാർഷ്യയിലെയും മേദ്യയിലെയും പ്രഭുപത്നിമാർ രാജാവിൻ്റെ സകല പ്രഭുക്കന്മാരോടും അങ്ങനെ തന്നെ പറയും. അങ്ങനെ നിന്ദയും നീരസവും അധികരിക്കും. രാജാവിന് സമ്മതമെങ്കിൽ വസ്തി ഇനി അഹശ്വേരോസ് രാജാവിൻ്റെ സന്നിധിയിൽ വരരുത് എന്ന് തിരുമുമ്പിൽ ഒരു രാജകൽപ്പന പുറപ്പെടുവിക്കും. അതൊരു കൊട്ടാരത്തിനകത്തുള്ള ഒരു നിങ്ങൾ തമ്മിലുള്ള ഒരു തീരുമാനമല്ല, അതൊരു കൽപ്പനയായി തന്നെ, പരസ്യമായി തന്നെ കൽപ്പന പുറപ്പെടുവിക്കണം. സകല ദേശക്കാരും അറിയത്തക്ക രീതിയിൽ ഒരു രാജകൽപ്പന പുറപ്പെടുവിക്കണം. അത് മാറ്റിക്കൂടാതെ വണ്ണം പേർഷ്യൻസിൻ്റെയും മേദ്യരുടെയും രാജധർമ്മത്തിൽ എഴുതിക്കുകയും വേണം. എന്നിട്ട് രാജാവ് ഈ വസ്തിയെക്കാളും മറ്റൊരു അവളേക്കാൾ നല്ലൊരുവളെ അവൾക്ക് കണ്ടെത്തുകയും അവളെ വിവാഹം കഴിക്കുകയും ആ രാജ്ഞി സ്ഥാനം ആ കണ്ടെത്തുന്നവൾക്ക് കൊടുക്കുകയും വേണം. ഇതാണ് അവർ പറയുന്ന കാര്യം. രാജാവ് കൽപ്പിക്കുന്ന വിധി രാജ്യത്തെല്ലായിടവും, ഇത് മഹാരാജ്യമാണല്ലോ, അതെല്ലായിടത്തും പരസ്യമാകുമ്പോൾ അവളുടെ രാജ്യത്തുള്ള സകല പ്രഭുക്കന്മാരുടെ ആയാലും അതിന് താഴെയുള്ള സാധാരണ മനുഷ്യരായാലും അവരൊക്കെ സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരെ ബഹുമാനിക്കും. ഈ വാക്ക് രാജാവിന് വളരെ ഇഷ്ടപ്പെട്ടു. രാജാവ് മെമുഖാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്തു. ഏത് പുരുഷനും തൻ്റെ വീട്ടിൽ കർത്തൃത്വം നടത്തുകയും
സ്വഭാഷ സംസാരിക്കുകയും വേണമെന്ന് രാജാവ് തൻ്റെ സകല സംസ്ഥാനങ്ങളിലേക്കും അതത് സംസ്ഥാനത്തേക്ക് അതത് അക്ഷരത്തിലും ഇന്ത്യയിലേക്ക് അയക്കുമ്പോൾ ഇന്ത്യൻ ഭാഷയിൽ വേണം അയക്കാൻ. ഓരോ ദേശത്തും ഓരോ ഭാഷകളാണ്. ആ ഭാഷകൾ തന്നെ, ജാതികൾ തന്നെ വ്യത്യസ്തമായ വലിയൊരു രാജ്യത്തിൻ്റെ രാജാവാണ്. അപ്പം അവരുടെ ഭാഷയിൽ തന്നെ എഴുത്തയച്ചു. ഇതാണ് നമ്മൾ വായിച്ച് അവസാനിപ്പിക്കുന്നത്. ഈ അധ്യായത്തിൽ അല്ലെങ്കിൽ ഈ നമ്മൾ വായിച്ച സ്ഥലത്ത് വന്നിരിക്കുന്ന ഈ പ്രശ്നത്തിന് അത് രാജാവ് തന്നെ അതിനുള്ള പരിഹാരം കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു. രാജാവ് ബുദ്ധിയുമുള്ള ജ്ഞാനിയായ ആളുകളോട് ചോദിച്ചു. അവർ പറഞ്ഞ അഭിപ്രായം രാജാവിനെ ബോധ്യപ്പെടുകയും അതനുസരിച്ച് അങ്ങനെ ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയും രാജ്യസ്ഥാനത്ത് നിന്ന് വസ്തിയെ നീക്കുകയും ചെയ്തു. അത് തൻ്റെ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള കെട്ടുറപ്പിന്, രാജ്യത്തിൻ്റെ നിലയ്ക്ക് ഒക്കെയും ആവശ്യമായതുകൊണ്ട് തനിക്ക് രാജ്ഞിയായാലും സാരമില്ല, രാജ്ഞി തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടണം, ഇല്ലെങ്കിൽ ദേശം ഛിദ്രമായി പോകും, ദേശം നാഥനില്ലാത്ത കളരിയായി പോകും, ദേശത്ത് വരാനിരിക്കുന്ന വലിയ കുഴപ്പങ്ങളെ അതിനത് കാരണമാകും. അതുകൊണ്ട് തന്നെ രാജാവ് സ്വന്തം ഭാര്യയായിട്ടും രാജ്യത്തെ രാജ്ഞിയായിട്ടും കൂടി രാജസ്ഥാനത്ത് നിന്ന് നീക്കാൻ തക്കവണ്ണം തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ വായനഭാഗം ആമോസ് പ്രവചനം 6-ാം അധ്യായം. ഇതും ഇസ്രായേലിൻ്റെ ന്യായവിധിയെ സംബന്ധിച്ച് തന്നെയാണ് ഈ അധ്യായവും സംസാരിക്കുന്നത്. ആദ്യത്തെ വാക്യം ഇസ്രായേലെ എന്ന് വിളിച്ചുകൊണ്ടാണ്. പക്ഷെ അതിൻ്റെ പ്രതിപാദന രീതി, ഭാഷാശൈലിയും നമുക്ക് വായിച്ചു നോക്കാം. സിയോനിൽ സ്വൈരികളായി, ശമര്യ പർവ്വതത്തിൽ നിർഭയരായി, ജാതികളിൽ പ്രധാനമായതിൽ ശ്രേഷ്ഠന്മാരായി, ഇസ്രായേൽ ഗ്രഹം വന്നു ചേരുന്നവരായുള്ളവരെ. ഇസ്രായേലിനോടാണ്, നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ കൽനയ്ക്ക് ചെന്ന് നോക്കുവിൻ. ഈ കൽന എന്ന് പറയുന്നത് നമ്മൾ ആദ്യം വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിൽ നിമ്രോദിൻ്റെ രാജ്യത്തിലെ എന്ന് പറഞ്ഞിട്ടാണ്, ഷിനാർ ദേശത്ത്. അത് പഴയ നമുക്കറിയാവുന്ന ബാബേൽ വരുന്ന ആ ദേശത്ത്, ബാബേൽ ദേശത്ത്. അത് ഒന്ന് വായിക്കാം. അവൻ്റെ രാജ്യത്തിൻ്റെ ആരംഭം, ഈ നിമ്രോദിൻ്റെ രാജ്യത്തിൻ്റെ ആരംഭം ഷിനാർ ദേശത്ത് ബാബേൽ, ഏരക്ക്, അക്കാദ്, കൽനെ എന്നിവയായിരുന്നു. അത് ചേർന്ന രാജ്യമായിരുന്നത്. അവിടെ നിന്ന് അശൂർ പുറപ്പെട്ടു നിനവയൊക്കെ പണിതു എന്നൊക്കെ വായിക്കുന്നുണ്ട്. അപ്പം ഇവിടെ നമ്മൾ ഈ കൽന എന്ന് പറയുന്നത് അത് അശൂർ രാജ്യത്തിൻ്റെ സ്ഥലത്തിൻ്റെ, അശൂർ എന്ന ആ സാമ്രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ആ ശക്തരായ രാജ്യത്തിൻ്റെ സമ്പത്തും സമൃദ്ധിയും ഒക്കെയുള്ള രാജ്യത്തിൻ്റെ ഒരു പേരായിട്ട് നമുക്കതിനെ കാണാം. അവിടെ ചെന്ന് നോക്കൂ, മഹതിയായ ഹമാത്തിൽ ചെന്ന് നോക്കൂ, ഫെലിസ്തീൻ ദേശത്ത് ചെന്നു ആയത് ഗത്തിലേക്ക് ചെന്ന് നോക്കൂ. ഈ രാജ്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് തന്ന കനാൻ ദേശത്തേക്കാൾ നല്ലവയാണോ? അവയുടെ ദേശം നിങ്ങളുടെ ദേശത്തേക്കാൾ വിസ്താരമുള്ളതാണോ? ഒന്നുമല്ല. എന്നാൽ നിങ്ങൾ ദുർദിവസം അകറ്റി വയ്ക്കുകയും സാഹസത്തിൻ്റെ ഇരിപ്പിടം അന്വേഷിക്കുകയും അടുപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇവരെ സംബന്ധിച്ചുള്ള ഇവരുടെ തെറ്റിനെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കുകയാണ്. നിങ്ങൾ വീണാനാദത്തോടെ വ്യർത്ഥ സംഗീതം ചെയ്ത് ദാവീദ് എന്ന പോലെ വാഗ്ദത്തങ്ങൾ ഉണ്ടാക്കുന്നു. നിങ്ങൾ ആനപ്പ് കൊമ്പ് കൊണ്ടുള്ള കട്ടകളിൽ മേൽ ചാരിയിരിക്കുകയും നിങ്ങളുടെ ശയ്യകളിൽ നിവർന്നു കിടക്കുകയും ആട്ടിൻകൂട്ടത്തിൽ നിന്ന് കുഞ്ഞാടുകളെയും തൊഴുത്തിൽ നിന്ന് പശുക്കിടാക്കളെയും തിന്നുകയും ചെയ്യുന്നു. നിങ്ങൾ കലശങ്ങളിൽ വീഞ്ഞു കുടിക്കുന്നു, വിശേഷ തൈലം പൂശുന്നു ഒക്കെ ചെയ്യുന്നു. എന്നാൽ യോസഫിൻ്റെ കേടിനെക്കുറിച്ച് വ്യസനിക്കുന്നില്ല താനും. നമുക്കറിയാം ഇസ്രായേലിനെ സംബന്ധിച്ച്, ഇസ്രായേലിനെ പറയുമ്പോൾ എഫ്രൈമിനെയാണ് പറയുന്നത്. എഫ്രൈം എന്ന് പേര് പറഞ്ഞുകൊണ്ടാണ് ചിലയിടത്തൊക്കെ നമ്മൾ വായിക്കുന്നത് ഇസ്രായേലിന് പറയുന്ന പേരായിട്ട്. കാരണം ഇസ്രായേലിലെ ഒരു വലിയ ഗോത്രമാണ് എഫ്രൈം ഗോത്രം. ഇവിടെ യോസഫ് എന്ന് പറയാൻ കാരണം നമുക്കറിയാം, യോസഫിൻ്റെ 2 മക്കളാണ് മനശ്ശെയും എഫ്രൈമും. അപ്പം എഫ്രൈമിൻ്റെ പിതാവ് എന്നത് യോസഫ് ആയതുകൊണ്ട് എഫ്രൈമിനെ ഡിനോട്ട് ചെയ്യുമ്പോൾ യോസഫ് എന്ന് അവിടെ പറയുന്നു എന്ന് മാത്രം. നമ്മൾ മനസ്സിലാക്കേണ്ടത് യോസഫിൻ്റെ കേടെന്ന് പറയുമ്പം അത് എഫ്രൈമിൻ്റെ കേടാണ്. എഫ്രൈമിൻ്റെ കേടെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് ഇസ്രായേലിൻ്റെ കേടാണ്. കേടിനെക്കുറിച്ച് വ്യസനിക്കുന്നില്ല താനും. അതുകൊണ്ട് അവർ ഇപ്പോൾ പ്രവാസികളിൽ മുമ്പരായി പ്രവാസത്തിലേക്ക് പോകും. അശൂര്യർ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകും. അത് അശൂര്യരാണെന്ന് ഇവിടെ പറയുന്നില്ല. പക്ഷെ നമുക്ക് ഈ പുസ്തകത്തിലെ തന്നെ ചില വാക്യങ്ങളും ഭാവിയിൽ ഈ രാജ്യം എങ്ങോട്ടാണ് ഇവരെ കൊണ്ടുപോയെന്ന് അറിയാവുന്നത് കൊണ്ടും നമുക്കത് അശൂര്യരാണെന്നുള്ളത് ഉറപ്പിക്കാം. പ്രവാസത്തിലേക്ക് പോകും. നിവർന്നു കിടക്കുന്നവരുടെ മദ്യപാനകോശം തീർന്നു പോകും, എല്ലാം നശിക്കും. യഹോവയായ കർത്താവ് തന്നെ ചൊല്ലി സത്യം ചെയ്തിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്.
ഞാൻ യാക്കോബിൻ്റെ ഗർവത്തെ വെറുത്ത് അവൻ്റെ അരമനകളെ ദ്വേഷിക്കുന്നു. ഞാൻ പട്ടണവും അതിലുള്ളതൊക്കെയും ഏൽപ്പിച്ചു കൊടുക്കും. ആർക്ക്? ഈ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകാൻ വരാനിരിക്കുന്ന രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ അധികാരികൾക്ക് അല്ലെങ്കിൽ രാജാവിന്. എന്നിട്ട് എൻ്റെ 12-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ ന്യായത്തെ നഞ്ചായും നീതിഫലത്തെ കാഞ്ഞിരമായി മാറ്റിയിരിക്കുന്നു. അപ്പം കയ്പുള്ള വെറുപ്പുള്ള സാധനങ്ങളായ കാഞ്ഞിരത്തെയും വിഷമൊക്കെ ആക്കി മാറ്റിയിരിക്കുകയാണ് ദൈവത്തിൻ്റെ കൽപ്പനകളെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ന്യായത്തെ, ദൈവത്തിൻ്റെ നന്മകളെ ഒക്കെ. നിങ്ങൾ മിഥ്യാവസ്തുവിൽ സന്തോഷിച്ചുകൊണ്ട് സ്വന്തം ശക്തിയാൽ ഞങ്ങൾ പ്രാബല്യം പ്രാപിച്ചിട്ടില്ലയോ എന്ന് പറയുന്നു. ദൈവമാണ് അവരെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നത്, ദേശം വിഭജിച്ചു കൊടുത്തത്. ദൈവം തന്നെയാണ് 2 രാജ്യമാക്കിയത്. അതിനും ദൈവത്തിൻ്റെതായ കോപവും ഒക്കെ അതിൻ്റെ പുറകിലുണ്ട്. 2 രാജ്യമാക്കി മാറ്റുന്നതും. ഞാനാണ് ഇവിടെ നട്ടത്, നിങ്ങൾക്ക് സമൃദ്ധിയും സന്തോഷവും എല്ലാം തന്നത് ഞാനാണ്. പക്ഷെ നിങ്ങൾ പറയുന്നത് എന്താണ്? ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം ശക്തിയിൽ പ്രാബല്യം പ്രാപിച്ചു എന്നാണ്. എന്നാൽ ഇസ്രായേൽ ഗൃഹമേ, ഞാൻ നിങ്ങളുടെ നേരെ ഒരു ജാതി എഴുന്നേൽപ്പിക്കും. അവർ ഹമാത്തിലേക്കുള്ള പ്രവേശനം മുതൽ അറേബ്യയിലെ തോട് വരെ നിങ്ങളെ ഞെരുക്കും എന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ അരുളപ്പാട്. വരാനിരിക്കുന്ന സമീപഭാവിയിൽ, ഒരുപാട് കാലം എന്നോ വരാനിരിക്കുന്നതല്ല, ആ രാജാക്കന്മാരുടെ കാലത്ത് തന്നെ അങ്ങനെ ഒരു കാര്യം വരികയും അവർ പ്രവാസത്തിലേക്ക് പോവുകയും രാജ്യത്വം അവസാനിക്കുകയും ചെയ്യാൻ പോവുകയാണ്. ദൈവം അത് ചെയ്യും, ദൈവം അത് ചെയ്തു. അതിൻ്റെ മുന്നേയുള്ള അറിയിപ്പുകളാണ് ഇവിടെ വായിക്കുന്നത്. പക്ഷെ അന്ന് അറിയിക്കുമ്പോൾ അത് സംഭവിച്ചിട്ടില്ല. എന്നാൽ നമ്മളിത് വായിക്കുന്ന സമയത്ത് സംഭവിച്ചിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ആ പറഞ്ഞ കാര്യം നിവൃത്തിയായി എന്നും ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിവൃത്തിയാകും എന്നും മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ വായനയിലൂടെ കടന്നു പോകുന്നത്. 3-ാമത്തെ വായനാ ഭാഗം തിമത്തിയോസിന് പൗലോസ് അപ്പോസ്തലൻ എഴുതിയ 2-ാമത്തെ ലേഖനത്തിൻ്റെ 3-4 അധ്യായങ്ങൾ. ഈ 3-4 അധ്യായത്തോടു കൂടി ഈ 2-ാമത്തെ ലേഖനം അവസാനിക്കുകയാണ്. ഈ 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അവിടെ കൊടുക്കുന്നൊരു ഉപദേശം, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. ആ അന്ത്യകാലത്ത് മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അപ്പോൾ ഇത് അന്ത്യകാലത്ത് ഇങ്ങനെയുള്ളവരാണെന്ന് പറയാൻ നമ്മൾ ഇന്നത്തെ കാലത്ത് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് പേര് നമുക്ക് കാണാൻ കഴിയും. ചിലപ്പോൾ അതിന് ഈ പറയുന്ന ചില കാര്യത്തിലേക്ക് നമ്മളും പെടും. നമ്മളിതിൽ നിന്ന് മോചിതരാണെന്ന് ഞാൻ പറയില്ല. അപ്പം ഞാനും അതിനകത്ത് പെടാം. ഇതിലേതെങ്കിലുമൊക്കെ കാര്യങ്ങൾ എനിക്കും ബാധകമായി വരുന്നതായിരിക്കാം. അപ്പോൾ അന്ത്യകാലത്ത് ഇങ്ങനെയുള്ള ഒരുപാട് പേര്, ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട്, എല്ലാ കാലത്തും ഉണ്ടായിരുന്നിരിക്കാം, നമ്മൾ ആ കാലത്തില്ലല്ലോ. എന്നാൽ ഇക്കാലത്ത് അത് ഭയങ്കരമായിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക എന്നാണ്. അപ്പം അന്ത്യകാലത്ത് അങ്ങനെയുള്ള ചെയ്ത ആളുകളുണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോഴേ ആ ആളുകളുണ്ട്. അപ്പം പൗലോസ് അപ്പോസ്തലൻ തിമത്തിയോസിനോട് ഉപദേശിക്കുന്ന കാലത്തെ ഇങ്ങനെയുള്ളവരുണ്ട്. അതുകൊണ്ടാണല്ലോ അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക എന്ന് പറയുന്നത്. തിമത്തിയോസിനോട് പറയണം അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. ഇത് അന്ത്യകാലത്ത് ഇങ്ങനെയുള്ള ആൾക്കാർ, പക്ഷേ ഇപ്പോഴേ അങ്ങനെയുള്ളവരുണ്ട്, അവരെ വിട്ടൊഴിയുക. പിന്നെ നമ്മൾ അതിൻ്റെ തുടർച്ചയായിട്ട് വായിക്കുന്നത്, വീടുകളിൽ നൂണുകിടക്കുകയും പാപങ്ങളെ ചുമന്നുകൊണ്ട് നാനാമോഹങ്ങൾക്കും അധീരരായി എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിൻ്റെ പരിജ്ഞാനം പ്രാപിപ്പാൻ കഴിയാത്ത പെണ്ണുങ്ങളെ സ്വാധീനമാക്കുകയും ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. അപ്പം അങ്ങനെയുള്ളവരെ വിട്ടൊഴിയണം. അവർ അധികം മുഴുക്കുകയില്ല. മേൽപ്പറഞ്ഞവരുടെ ബുദ്ധികേട് എല്ലാവർക്കും വെളിപ്പെട്ടതുപോലെ ഇവരുടെ ബുദ്ധികേടും വെളിപ്പെടും. നീയോ എൻ്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശ്യം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത എന്നിവയും അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലൂസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു. ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു, അതെല്ലാത്തിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാവും. വീണ്ടും പറയുകയാണ്, കഷ്ടമുണ്ട് എന്ന്. എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാവും. ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. നീ എന്ത് ചെയ്യണം? അപ്പോൾ അത് ഈ കാലത്തിലും ഓർക്കേണ്ട കാര്യമാണ്. നമ്മൾ ആരിൽ നിന്നാണ് ഇത് പഠിച്ചതെന്നുള്ളത്. നീയോ
ഇന്നവരോട് നമ്മളെ പഠിപ്പിച്ചവരും ഉണ്ടല്ലോ, നമ്മളെ ഈ സത്യത്തിലേക്ക് നയിച്ചവരുണ്ട്. ഇപ്പം ക്രിസ്ത്യാനി ആയിരിക്കുമ്പോഴായാലും ക്രിസ്ത്യാനി അല്ലാതായിരിക്കുമ്പോൾ തന്നെയും ബൈബിൾ സത്യത്തിലേക്ക് നടത്തുന്നവർ, ക്രിസ്ത്യാനി ആയിരിക്കുന്നവർ ബൈബിൾ സത്യത്തിലേക്ക് നടക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ നടക്കും. ക്രിസ്ത്യാനിയായി ജനിക്കുന്നവരെല്ലാം ബൈബിൾ സത്യം പഠിച്ചവരല്ല. അപ്പം അങ്ങനെ നിന്നെ വിശ്വാസത്തിലേക്ക് നടത്തിയവരെ നീ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും, ഇപ്പം ഇവിടെ നീ ആരോടാണ് പഠിച്ചത്? ഇവിടെ തിമോത്തിയോസ് പഠിച്ചിരിക്കുന്നത് പൗലോസ് അപ്പോസ്തലനിൽ നിന്നാണ്. അപ്പം ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കാം. അപ്പം നിന്നെ ആയാലും ആരെ ആയാലും ഏത് മനുഷ്യനെ ആയാലും രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായത് ഈ തിരുവെഴുത്തുകളാണ്, ദൈവത്തിൻ്റെ വചനങ്ങളാണ്, ഈ ബൈബിളാണ്. അപ്പം അത് ഉറപ്പായ കാര്യമാണ്. ആ തിരുവെഴുത്തിനെ കുറിച്ച് താഴെ ഒരു വാക്യം പറയും, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ. എല്ലാ തിരുവെഴുത്തും എഴുതിയത് പല ജീവിത സാഹചര്യങ്ങളിലുള്ളവർ, പല കാലഘട്ടത്തിൽ ജീവിച്ചവർ, തമ്മിൽ അറിയാത്തവർ, ദൈവനിയോഗത്താൽ എഴുതപ്പെട്ടതാണ്, ദൈവം പറഞ്ഞു കൊടുത്ത് എഴുതിച്ചതാണെന്ന് നമ്മൾ പറയും. അപ്പോൾ ഏത് മനുഷ്യരാണ് ഇവിടെ എഴുതിയതെങ്കിലും ഇതെല്ലാം തിരുവെഴുത്തുകളാണ്, ദൈവത്തിൻ്റെ എഴുത്തുകളാണ്, മനുഷ്യൻ എഴുതിയതല്ല. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഈ തിരുവെഴുത്ത്, ഈ വചനം ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. ഇപ്പോൾ വചനത്തിൻ്റെ ഉദ്ദേശം എന്താണ്, വചനത്തിൻ്റെ ഉപയോഗം എന്താണ്, വചനത്തിൻ്റെ പ്രവൃത്തി എന്താണ്, വചനത്തിൻ്റെ റിസൾട്ട് എന്താണ് എന്നൊക്കെ നമ്മളവിടെ വായിക്കാൻ പറ്റും. എല്ലാ തിരുവെഴുത്തും ഒന്നുകൂടെ വായിക്കുകയാണ്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യനാണ്, എല്ലാ മനുഷ്യനുമല്ല, ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനയുണ്ട്, ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിന് പ്രയോജനമുള്ളതാകുന്നു. അപ്പോൾ ഇവിടെ ഈ വചനമാണ് ഏത് നീതിയോടെ നടക്കുന്ന മനുഷ്യനായാലും നീതിമാനായാലും അയാളുടെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അയാൾ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും ദൈവവിരുദ്ധമായ കാര്യങ്ങൾ, ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാനിടയുണ്ട്. അവിടെ ചെയ്തു പോയാലും ദൈവത്തിൻ്റെ വചനം ഓർത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ മടങ്ങി വന്ന് ദൈവത്തോട് ക്ഷമ ചോദിച്ച് നിരപ്പ് പ്രാപിപ്പാൻ കഴിയും എന്നുള്ള ആ അറിവും ബോധ്യവും ദൈവവചനത്തിൽ നിന്ന് പ്രാപിക്കുന്നതാണ്. അങ്ങനെ അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അത് ശാസനയുണ്ട്, ദൈവത്തിൻ്റെ വചനത്തിന് ശാസനയുണ്ട്. ആ ശാസന നീതിയിലെ അഭ്യാസം, അതൊരു അഭ്യാസമാണല്ലോ, ഒരു പരിശീലനമാണ്. പരിശീലനത്തിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പരിശീലനം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതോടെ ദൈവം നമ്മളെ തള്ളിക്കളയുകയല്ല. അത് ദൈവം ക്ഷമിക്കും എന്നുള്ള ജ്ഞാനം അറിവും ഒക്കെ നമുക്ക് ലഭിക്കുന്ന ഈ വചനത്തിൽ നിന്നാണ്. അപ്പോൾ ആ വചനപ്രകാരമാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു പോകുന്നത് എന്നുള്ളത്. അങ്ങനെയാണ് പോകേണ്ടതെന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിനും ഉപദേശത്തിനും ശാസ്ത്രത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു ഈ വചനം. അപ്പം അത് പ്രാക്ടീസ് ചെയ്യുന്നവർക്കും അത് നിരന്തരം അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്കും അത് തന്നെ നന്നായിട്ട് അറിയാൻ പറ്റും. പുറത്തു നിന്നുള്ളവർക്ക് അത് അറിയാൻ കഴിയുകയില്ല എന്നുള്ളതും അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ മനുഷ്യൻ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. 4-ാമത്തെ അധ്യായം, ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്ക് ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെ, അപ്പോൾ ദൈവത്തെയും യേശുക്രിസ്തുവിനെയും സാക്ഷി വെച്ച്, യേശുക്രിസ്തു ആരാണ്? ജീവികൾക്ക് മരിച്ചവർക്ക് ന്യായവിസ്താരം നടത്തുവാനുള്ളത് യേശുക്രിസ്തുവാണ്. നമ്മൾ ഈ വായിച്ചു പോകുന്ന വാക്യങ്ങൾക്കകത്ത് ഉള്ള ചില പ്രത്യേക സത്യങ്ങളെ നമ്മൾ മനസ്സിലാക്കി പോകണം. അത് വേണ്ടി പ്രത്യേക ഒരു വാക്യം ചിലപ്പം കാണുകയില്ല. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ഞാൻ ദൈവത്തെയും, ഇപ്പോൾ ദൈവമുണ്ട്, ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്ക് ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശു. അപ്പോൾ രണ്ടാമതൊരാളുണ്ട്. അപ്പോൾ ഇത് രണ്ടാളാണെന്നുള്ള കാര്യം നമുക്കവിടെ വ്യക്തമായി. രണ്ടുപേരും ഒരാളല്ല, രണ്ട് ആൾക്കാർ, രണ്ട് വ്യക്തികളാണ് എന്നുള്ളത് കൃത്യമായി നമുക്ക് അതിനകത്ത് വായിച്ചെടുക്കാം. അവിടെ രണ്ട് വ്യക്തിയാണെന്ന് പ്രത്യേകിച്ച് എഴുതത്തില്ല, വായിക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ടതാണ്. അപ്പം ന്യായവിസ്താരത്തിൻ്റെ ഉത്തരവാദിത്വം ജോലി ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയാണ് എന്നുള്ള കാര്യവും അവിടെയുണ്ട്. ആ രണ്ടുപേരെയും സാക്ഷി വെച്ച് അവൻ്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി ആരുടെ പ്രത്യക്ഷത? യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും യേശുക്രിസ്തുവിൻ്റെ രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്.
വചനം പ്രസംഗിക്കാം. സമയത്തിലും ആരോടാണ്? ഒരു ഉപദേശകനോട്, ഒരു ശുശ്രൂഷകനോട്, ഒരു മൂപ്പനോട്, ഒരു നേതാവിനോട്, സഭാ നേതാവിനോട് പറയുന്നതാണ്. എന്താണ്? വചനം പ്രസംഗിക്കാം. അപ്പോൾ വചനം പ്രസംഗിക്കാം, ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കാം. സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്കാം. സമയത്ത് മാത്രമല്ല, അസമയത്തും, അതായത് നല്ല കാലത്തിലും കഷ്ടകാലത്തിലും, തിന്മയുടെ കാലത്തും നന്മയുടെ കാലത്തും, എല്ലാം സുഖമായി നടക്കുമ്പോഴും എല്ലാം പ്രതികൂലമായിരിക്കുമ്പോഴും. അതിന് പ്രത്യേക സമയമൊന്നുമില്ല, എല്ലാ നേരവും എന്നർത്ഥം. സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കാം. സകല ദീർഘക്ഷമയോട് ഉപദേശത്തും കൂടി ശാസിക്കാം. അത് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമാണ്. നീ ഒരു അപ്പൻ മക്കളെ ശാസിക്കുന്നത് പോലെ, അപ്പോൾ അതിനെ ശാസിക്കാനുള്ള അധികാരവും അവകാശവും ഒരു അപ്പനുണ്ട്. അതുപോലെ തന്നെ സഭയിലെ വിശ്വാസികളെ നേരെ നടത്താനും അവരെ ശാസിക്കാനും ഒക്കെയുള്ള അധികാരം നിനക്കുണ്ട്. സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടി. അപ്പോൾ ശാസിക്കുക എന്ന് പറഞ്ഞാൽ ഒരുതരം ശാസനയുണ്ടല്ലോ. ചില അപ്പന്മാർ മക്കളെ നന്നാക്കണം ഉദ്ദേശിച്ചില്ല, ദേഷ്യം തീർക്കാൻ വേണ്ടി ശാസിക്കുന്ന ശാസനകൾ, അത് ഗുണം ചെയ്യത്തില്ല, മക്കളെ ഗുണം ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ ദീർഘക്ഷമയോടുകൂടെ ശാസിക്കണം, ഉപദേശത്തോടുകൂടെ ശാസിക്കണം. തർജ്ജനം ചെയ്യണം, പ്രബോധിപ്പിക്കണം. അവർ പഥ്യോപദേശം പുറക്കാതെ കർണരസമാകുമാർ സ്വന്തം മോഹങ്ങൾക്കത്തോണം ഉപദേശകന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരിയുന്ന കാലം വരും. അങ്ങനെ ഒരു കാലം വരും. സത്യം കേൾക്കണ്ട, അവർക്ക് കെട്ടുകഥ കേട്ടാൽ മതി. കെട്ടുകഥകളുണ്ടല്ലോ. കെട്ടുകഥകൾ ഇന്ന് നാട്ടിൽ ഇഷ്ടംപോലെ ഉണ്ട്, ഒരുപാടുണ്ട്. അതെല്ലാം സംഭവിച്ചാണെന്ന് വിശ്വസിപ്പിക്കുന്ന തരത്തിലുള്ള കെട്ടുകഥകളുണ്ട്. അത് ദൈവത്തെ സംബന്ധിച്ച്, ദൈവങ്ങളെ സംബന്ധിച്ചൊക്കെയുള്ള കെട്ടുകഥകളുണ്ട്. അത് ശിഷ്യം വിശ്വസിക്കുകയും അതിൽ ആ പേര് വെച്ച് ബിംബങ്ങളുണ്ടാക്കി ആരാധിക്കുന്നവരുമൊക്കെയാണ് ലോകത്ത് ബഹുഭൂരിപക്ഷവും. സത്യദൈവത്തെ അന്വേഷിക്കുന്ന കാര്യം ചെയ്യുന്നവർ വളരെ ചുരുക്കമാണ്. അപ്പോൾ ഇതൊക്കെ തിരിയുന്ന കാലം വരും. നീയോ സകലത്തിലും നിർമ്മതനായിരിക്കാം, കഷ്ടം സഹിക്കുക, സുവിശേഷകൻ്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറവഴിയായി നിവർത്തിക്കാം. എന്നിട്ട് പറയാണ്, ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കും. അപ്പോൾ ഞാൻ മരിക്കാണ്ടിരിക്കുന്നതിനെ കുറിച്ച്, എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. എന്നാൽ ഞാൻ ഇനിയിപ്പോൾ പറയാൻ പോകുന്ന കാര്യം പോലെ നീയുമായിരിക്കണമെന്നുള്ളതാണ്. അല്ലാതെ അവിടെ പൗലോസ് അപ്പോസ്തലൻ്റെ മഹത്വം പറയുന്നതല്ല. ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ചേവർക്ക് തന്നെ. അപ്പോൾ എനിക്ക് മാത്രമല്ല, നിനക്കും നിന്നെപ്പോലെയുള്ള ഒരുപാട് പേർക്ക് അത് ലഭിക്കും. അപ്പം ഞാൻ വിശ്വാസം കാത്തും നല്ല പോര് പൊരുതിയും ഒക്കെ ആയിരുന്നത് പോലെ നീയും നിൻ്റെ വിശ്വാസം കാക്കുക. നല്ല ജീവിതാവസാനം വരെ നന്നായി പൊരുതുക. പൊരുതുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ വഴക്കുണ്ടാക്കുക എന്നല്ല. വിശ്വാസ ജീവിതത്തിൽ ഒരു പൊരുതലുണ്ട്, ഒരു യുദ്ധമുണ്ട്, ഒരു സംഘർഷപൂർണമായൊരു യുദ്ധമുണ്ട്. അതിൽ ദൈവത്തിൻ്റെ പക്ഷത്ത്, നീതിയുടെ പക്ഷത്ത്, നന്മയുടെ പക്ഷത്ത് നിൽക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഈ പോര് എന്ന് പറയുന്നത്. എപ്പോഴും നമുക്ക് പ്രലോഭനങ്ങൾ വരും, ഇത് വിട്ടുപോകാനുള്ള സാധ്യതകൾ വരും, തിന്മയുടെ പക്ഷത്ത് നിൽക്കേണ്ട സാഹചര്യങ്ങൾ വരും, ഭൂരിപക്ഷത്തെ അതിൻ്റെ അഭിപ്രായം കേൾക്കേണ്ടി വരും. ഇവിടെയൊക്കെ ന്യായത്തിൻ്റെയും നീതിയുടെയും നന്മയുടെയും ദൈവത്തിൻ്റെയും പക്ഷത്ത് നിൽക്കാൻ കഴിയുക എന്നുള്ളതാണ് ഇവിടുത്തെ പോര് അല്ലെങ്കിൽ യുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ ആ പോരിൽ വിജയിച്ച ഒരാളാണ് പൗലോസ് അപ്പോസ്തലൻ. അതുപോലെ നീയും അതിൽ വിജയിക്കുക എന്ന് തന്നെയാണ്. അപ്പോൾ അത് പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനോട് വരുമ്പോൾ തിമോത്തിയോസിനോട് മാത്രമല്ല, ഇത് വായിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ബാധകമാണ്. നമ്മൾ ഒരു സുവിശേഷകനല്ലായിരിക്കാം, ഒരു ഉത്തരവാദിത്തമുള്ള സ്ഥാനത്തിരിക്കുന്ന ആളല്ലായിരിക്കാം, മൂപ്പനല്ലായിരിക്കാം. എന്നാലും നമ്മുടെ അധികാരത്തിനകത്ത് വരുന്ന ഒരു കുടുംബം എങ്കിലും നമുക്കുണ്ടാകും. അപ്പം അവിടെ ഈ ഒരു കാര്യത്തിന് വളരെ പ്രസക്തിയുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസലോനിക്കയിലേക്ക് പോയി, ക്രേസ്കസ് ഗലാത്യയ്ക്ക് പോയി, തീത്തോസും ദൽമാത്യയ്ക്ക് പോയി, ലൂക്കോസ് മാത്രമേ എന്നോട് കൂടെ ഉള്ളൂ. അവരാരും മോശപ്പെട്ടവരാണെന്ന അർത്ഥത്തിലല്ല പറയുന്നത് കേട്ടോ. അവരൊക്കെ ഇന്ന സ്ഥലങ്ങളിലേക്ക് പോയി. ലൂക്കോസ് എന്നോട് കൂടെ ഉണ്ട്. ലൂക്കോസ് എന്ന് പറയുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം അപ്പോസ്തല പ്രവൃത്തി എഴുതിയ വൈദ്യനായ ലൂക്കോസ്. മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്ക്, ഇപ്പോൾ അവസാനത്തിലേക്ക് വരും. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ പേരൊക്കെ പറയുന്നത്. എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാകിയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക. തിഹിക്കോസിനെ ഞാൻ എഫെസോസിലേക്ക് അയച്ചിരിക്കുന്നു. ഞാൻ ത്രോവാസിൽ കർപ്പോസിൻ്റെ പക്കൽ വെച്ചേച്ചു പോകുന്ന പുതപ്പും പുസ്തകങ്ങളും വിശേഷാൽ ചർമ്മലിഖിതങ്ങളും. ചർമ്മലിഖിതം എന്ന് പറയുന്നത് അന്ന് ഈ തോലിലാണ് ഇതൊക്കെ എഴുതുന്നത്. തോലിൽ അന്ന് കടലാസില്ല, ചർമ്മം, തോല്,
മൃഗത്തിൻ്റെ തോല്, അതിലുള്ള എഴുത്തുകൾ നീ വരുമ്പോൾ കൊണ്ടുവരണം. അത് പറയുന്നുണ്ട്. പിന്നെ അലക്സാണ്ടറിൻ്റെ ചെയ്തൊരു ദോഷത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അതങ്ങനെ നിൽക്കട്ടെ. പിന്നെ വന്ദനം ചെയ്യുന്ന കാര്യത്തിൽ അവിടെ വേറൊരു കാര്യം പറയുന്നത്, എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു, അത് അവർക്ക് കണക്കിടാതിരിക്കട്ടെ. കർത്താവോ എനിക്ക് തുണ നിന്ന് പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തി വെച്ചു. അങ്ങനെ ഞാൻ സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. അതൊരു യഥാർത്ഥമുള്ള സിംഹമായിരിക്കാൻ സാധ്യതയില്ല. അതൊരു രാജാവോ രാജ്യത്വമോ അധികാരിയോ ആയിരിക്കാനാണ് സാധ്യത. സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. കർത്താവിനെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്നും വിടുവിച്ചു. തൻ്റെ സ്വർഗീയ രാജ്യത്തിനായി രക്ഷിക്കും. അവനെ എന്നേക്കും മഹത്വമാവൻ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യാശ, പൗലോസ് അപ്പോസ്തലൻ കാണിക്കുന്ന പ്രത്യാശ, അത് സ്വാഭാവികമായി ട്രാൻസ്ഫോം ചെയ്ത് എങ്ങോട്ടാണ് ചെല്ലുന്നത്? തിമോത്തിയോസിലേക്കാണ്. അപ്പം ഇത് തിമോത്തിയോസിലേക്ക് ആ ഒരു പ്രത്യാശ പൗലോസ് അപ്പോസ്തലൻ എഴുത്തിലാലും വാക്കുകളിലാലും എത്തുമ്പോൾ വായിക്കുന്ന നമുക്കും ആ പ്രത്യാശ ഒഴുകി നമ്മുടെ ഹൃദയം നിറയണം. അത് വായിക്കുന്നവർക്ക് നിറയും, അത് ആ ഒരു പ്രത്യാശ ലഭിക്കും. അവസാനം പ്രിസ്കയ്ക്കും അക്വിലാവിനും ഒനേസിഫൊരോസിൻ്റെ കുടുംബത്തിനും വന്ദനം ചൊല്ലുക. അപ്പോൾ അവരൊക്കെ അവിടെ ഉണ്ട്. എരസ്തോസ് കൊരിന്തിൽ താമസിച്ചു. ത്രോഫിമോസിനെ ഞാൻ മിലേത്തിൽ രോഗിയായി വിട്ടേച്ചു പോന്നു. ശീതകാലത്തിന് മുമ്പേ വരാൻ ശ്രമിക്കുക. യുബുലോസും പൂതോസും ലീനോസും ക്ലൗദിയയും സഹോദരന്മാരെല്ലാവരും നിനക്ക് വന്ദനം ചൊല്ലുന്നു. അപ്പോൾ അവിടെയുള്ളവർക്ക് വന്ദനം ചൊല്ലുക, ഇവിടെയുള്ളവർ ആൾക്കാർ നിങ്ങൾക്ക് വന്ദനം ചെയ്യുന്നു. ഇതൊക്കെ ഒരു എഴുത്തിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു എഴുത്ത് ആരംഭിക്കുന്നത് ഒരു രീതിയിൽ വന്ദനം ചെയ്ത് ആരംഭിക്കുന്നു, അവസാനം അല്ലെങ്കിൽ ഹായ് പറഞ്ഞ് ആരംഭിക്കുന്നു, അവസാനം ഇങ്ങനെ അവസാനിപ്പിക്കുന്നു. ഇതിനിടയ്ക്ക് കുറേ കാര്യങ്ങൾ പറയും. ഒരു കത്ത് തന്നെയാണ്, പൂർണ്ണമായും ലേഖനങ്ങൾ എന്ന് പറഞ്ഞത് ഒരു കത്ത് തന്നെയാണ്. ഒരു കത്ത് ഒരു സഭയ്ക്ക്, ഒരു വ്യക്തിക്ക് എഴുതുന്ന കത്താണ്. അത് പൗലോസ് അപ്പോസ്തലന്റെ കത്തുകളാണ് ഇതിനകത്ത് കൂടുതലുള്ളത്. പിന്നെ യൂദായുടെ ഒരു കത്തുണ്ട്, യാക്കോബിൻ്റെ കത്തുണ്ട്, പിന്നെ പത്രോസിൻ്റെ കത്തുണ്ട്. ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത്തരം ലേഖനങ്ങളും നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അപ്പം മാതൃകകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. യേശുക്രിസ്തുവിൻ്റെ ഒരു വലിയ മാതൃക നമ്മുടെ മുമ്പിലുണ്ട്. സുവിശേഷ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ശക്തമായ, വലിയ തെളിവുള്ള ഒരു മാതൃകയാണ് പൗലോസ് അപ്പോസ്തലൻ്റെ മാതൃക. അതും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇതൊക്കെയും നമ്മുടെ മുമ്പിലിരിക്കുന്ന മാതൃകകളൊക്കെ നമ്മളെ നേരെ നയിക്കുവാൻ, ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുവാൻ, ദൈവത്തിൻ്റെ പ്രസാദപരമായി ജീവിക്കുവാൻ നമുക്ക് ഉതകുന്ന, നമ്മളെ സഹായിക്കുന്ന, ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന കാര്യമാണ്. ഇത് പൗലോസ് അപ്പോസ്തലൻ എഴുതെങ്കിലും നേരത്തെ വായിച്ചതുപോലെ ഇത് ദൈവശാസ്ത്രീയമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെയൊക്കെ, ഒന്നുകൂടി ഞാനത് വായിക്കാം. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തിൻ്റെ മനുഷ്യൻ സകല പ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന്, ഉപദേശത്തിനും ശാസ്ത്രത്തിനും ഗുണീകരണത്തിനും നീതിയുള്ള അഭ്യാസത്തിനും പ്രയോജനമുള്ളത്. അപ്പം ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തികൾക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ട, അത് ദൈവത്തിന് ഹിതമായതുകൊണ്ടാണ്. ദൈവത്തിന് ഇഷ്ടമാണത്. അങ്ങനെ അതാണ് ഇഷ്ടം. ആ ഇഷ്ടത്തിലേക്ക് മനുഷ്യ ഓരോരുത്തരും, പ്രധാനമായും ദൈവത്തിൻ്റെ മകൻ, ദൈവത്തിൻ്റെ മകൾ, ദൈവത്തിൻ്റെ മനുഷ്യൻ അങ്ങനെ ആയിത്തീരണം. അപ്പം അങ്ങനെ ആയിത്തീരുന്നത് വഴിയാണ് വേറെ പലരും ഈ വിശ്വാസത്തിലേക്ക് വരുന്നത്. മാതൃകകൾ, നമുക്കും ഇത്തരം മാതൃകകൾ കൊടുക്കാൻ കഴിയണം. പൗലോസ് അപ്പോസ്തലൻ്റെയും യേശുക്രിസ്തുവിൻ്റെ മാതൃക മാത്രം പോരാ. തിമോത്തിയോസിൻ്റെ മാതൃകയുള്ളതുപോലെ, തീത്തോസിൻ്റെ മാതൃകയുള്ളതുപോലെ, യാക്കോബിൻ്റെ മാതൃകയുള്ളതുപോലെ, പത്രോസിൻ്റെ മാതൃകയുള്ളതുപോലെ ഇന്ന് ഈ കാലത്ത് ജീവിച്ചിരിക്കുന്ന നമ്മൾ ഓരോരുത്തരുമാണ്. അപ്പോൾ നമ്മുടെ മാതൃക മറ്റുള്ളവരിലേക്ക് എത്തണം, അല്ലെങ്കിൽ അതിന് ഗുണം വരത്തില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, ആരാണോ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അയാളുടെ മാതൃക ഉണ്ടാവണം, അയാളൊരു യോഗ്യനായിരിക്കണം. എന്നാൽ മാത്രമേ മാർക്കറ്റ് ചെയ്യപ്പെടാൻ പോകുന്ന നമ്മുടെ സുവിശേഷം ഒരാൾ കേൾക്കുകയുള്ളൂ. നമ്മൾ അയോഗ്യനാണെങ്കിൽ, നമ്മൾ കൊള്ളരുതാത്തവനാണെങ്കിൽ, നമ്മൾ നല്ല വർത്തമാനം ഇല്ലാത്തവനാണെങ്കിൽ, നമ്മൾ സ്നേഹമില്ലാത്തവനാണെങ്കിൽ, കരുണയില്ലാത്തവനാണെങ്കിൽ നമ്മുടെ വർത്തമാനം കേൾക്കാൻ, ഇതെല്ലാം കരുണയും സ്നേഹവും ദീർഘക്ഷമയും ഒക്കെ പറയുന്ന പുസ്തകങ്ങളാണ്. അതിൻ്റെ ദൈവത്തിൻ്റെ സ്വഭാവം മനുഷ്യരിൽ ആയിട്ട് ആ മനുഷ്യൻ അതുപോലെ ആകുന്ന, അതുപോലെ ആയിരിക്കുന്ന പലരെയും കുറിച്ചും ഒക്കെ പറയുന്ന പുസ്തകമാണ്. അപ്പോൾ അങ്ങനെ പറയുന്ന പുസ്തകത്തിൽ ആ ക്വാളിറ്റികൾ നമുക്കില്ലെങ്കിൽ നമ്മൾ പറയുന്നത് കേൾക്കാൻ ആരും തയ്യാറാകുകയില്ല. അപ്പോൾ അത് യേശുക്രിസ്തു, പൗലോസ് അപ്പോസ്തലൻ, തിമോത്തിയോസ്, ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ വായിച്ച് നമ്മളും അത്
അത്തരത്തിൽ അവരെ പോലുള്ള ക്വാളിറ്റികളിലേക്ക് മാറുകയും നമ്മളും ഓരോരുത്തരും അത്തരം മാതൃകയായി തീരുകയും ചെയ്യേണ്ടതാണ്. 3 വായനാഭാഗങ്ങളിലൂടെ അവസാനിക്കുന്നു. ദൈവം നടത്തിയ എല്ലാ വിധങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി കേട്ട താങ്കൾക്ക് ഉള്ള നന്ദിയും ഇവിടെ രേഖപ്പെടുത്തുന്നു. നാളെ പുതിയ വായനയുമായിട്ട് നമുക്ക് കാണാം. ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മളെല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ.